അങ്ങനെ ഡേവിഡ് സ്കോട്ടിലെ മനോഹരമായ പ്രകൃതിയുടെ കുളിർമ അനുഭവിച്ച് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഷിലോങ്ങിലേക്ക് പോകുന്ന വഴി മൈലം ടൗണിലെ ഒരു ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് കണ്ടു. വലിയൊരു പാത്രത്തിൽ തിളച്ചു മറിയുകയാണ് പോർക്ക് ഇൻറ്റസ്റ്റൈൻ. ഒരെണ്ണം അങ്ങ് ഓർഡർ ചെയ്തു. 50 രൂപയാണ്. ഒരു കഷ്ണം എടുത്തങ്ങ് കഴിച്ചു. കുറച്ച് സ്പൈസിയാണ്, ടേസ്റ്റിയുമാണ്. അവിടെ നിന്ന് നേരെ പോയത് ഈ ചെറിയ പട്ടണത്തിലെ തിരക്കേറിയ ലോക്കൽ ബസ് സ്റ്റാൻഡിലേക്കാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടങ്ങൾ, ലോക്കൽ ബസ്സുകൾ എന്നിവ കാണാം. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ കണ്ണിൽപ്പെട്ടത് ചൂടുള്ള മിർച്ചി ബജിയാണ്. വലിയ പച്ചമുളക് കടലമാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്. ആ പൊരിച്ച മുളക് കീറി അതിനുള്ളിൽ സവാളയും പ്രത്യേക നാരങ്ങ നീരും ചേർത്ത് അവർ പേപ്പറിലാക്കി കയ്യിലോട്ട് തന്നു. ഞാനത് വയറ്റിലാക്കി. ശേഷം ഞങ്ങൾ എത്തിയത് അതിമനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ്. ഷിലോങ്ങിലെ വിഖ്യാതമായ ചർച്ചുകളിൽ ഒന്നായ കത്തീഡ്രൽ ഓഫ് മേരി ഓഫ് ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ്. സാധാരണ പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ കടും നീല നിറം ആകാശത്തോട് മത്സരിക്കുന്നത് പോലെ തോന്നും. ഇവിടെ ഉണ്ടാവുന്ന ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കാൻ സാൻഡ്വിച്ച് മാതൃകയിലുള്ള പ്രത്യേക നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് കയറിയാൽ യേശുവിന്റെ ജനനത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ മനോഹരമായ പുൽക്കൂട് കാണാം. മുളയും വൈക്കോലും കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ മേൽക്കൂര മേഘാലയയുടെ തനത് ഗ്രാമീണ ഭംഗി നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് റോഡിലോട്ട് ഇറങ്ങി. ഈ പള്ളിയും ഈ പാലവും നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ലൈത്തുംക്രയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഷിലോങ്ങിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തി. ഈ സ്റ്റേഡിയം ലോക്കലി അറിയപ്പെടുന്നത് പോളോ ഗ്രൗണ്ട് എന്നാണ്. ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും മാത്രമല്ല അത്ലറ്റിക് മത്സരങ്ങളും ഈ സ്റ്റേഡിയം വേദിയാകാറുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങ് നടന്നപ്പോൾ വഴിയോര കച്ചവടക്കാരെ കണ്ടു. ശേഷം ഞങ്ങൾ വീണ്ടും നടന്നപ്പോൾ ഒരു ഭാഗത്ത് പച്ചക്കറി കച്ചവടം ചെയ്യുകയാണ് കുറച്ച് സ്ത്രീകൾ. അതിന്റെ തൊട്ടടുത്ത് ചെറിയ മോമോസ് കടയും. ശേഷം മോമോസ് വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സ്ട്രീറ്റിലൂടെ തേരാപാര നടത്തം തുടങ്ങി. ഈ കാണുന്നതാണ് ഷിലോങ്ങിലെ ഏറ്റവും വലിയ മാർക്കറ്റായ ബാരാ ബസാർ. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ പരമ്പരാഗത മാർക്കറ്റുകളിൽ ഒന്നാണിത്. ഇത് ഉരുളക്കിഴങ്ങും മുട്ടയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ആലു ചോപ്പ്, എഗ് ചോപ്പ് എന്നീ വറുത്ത പലഹാരങ്ങളാണ്. ഞങ്ങൾ അതിൽ എഗ് ചോപ്പ് വാങ്ങിച്ചു. ഉള്ളത് പറയാലോ, നമ്മുടെ നാട്ടിലെ മുട്ട ബജിക്ക് മസാല കൂടെ ചേർത്താൽ എങ്ങനെയുണ്ടാകും? ആ ഒരു ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഈ സ്ട്രീറ്റിൽ വൈകുന്നേരങ്ങളിൽ കൂടുതലായി മോമോസ് പാചകം ചെയ്യുന്ന സ്ത്രീകളെ കാണാം. ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറവായതിനാൽ ഇലകളിലാണ് പലപ്പോഴും സാധനങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ കർഷകർ തങ്ങൾ നട്ടുനനച്ചുണ്ടാക്കിയ വിളവുകളുമായി ഇവിടെ കാത്തിരിക്കുന്നു. മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങുകളിലും ചുവന്ന ഉള്ളികളിലും മണ്ണിന്റെ മണവും അതുപോലെ ആ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ വിയർപ്പുമുണ്ട്. ഈ നിരത്തി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ എന്നിവ നോക്കിയാൽ മനസ്സിലാകും അതൊരു ഫ്രഷ് മാർക്കറ്റാണെന്ന്. സാധാരണയായി ഇവിടെ കാണുന്ന ജൈലാങ് ഒരു തരം സ്പ്രിംഗ് ഓണിയനാണ്. അതുപോലെ ലോക്കൽ ഉരുളക്കിഴങ്ങ്. ഇവയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ്. മിക്ക കച്ചവടക്കാരും സ്ത്രീകളാണ് എന്നത് ഇവിടുത്തെ വലിയൊരു സവിശേഷതയാണ്. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ അവരുടെ വിളവുകൾ നേരിട്ട് എത്തിക്കുന്ന ഒരു പ്രധാന ഹബ്ബാണിത്. വളരെ തിരക്കേറിയതും ഇടുങ്ങിയതുമായ വഴികളാണെങ്കിലും ഷിലോങ്ങിന്റെ യഥാർത്ഥ സംസ്കാരം അറിയാൻ ഇവിടം ഒരിക്കൽ സന്ദർശിക്കേണ്ടതാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു പള്ളിയുടെ മുന്നിലെത്തി. കണ്ടപ്പോൾ എന്തൊക്കെയോ പ്രത്യേകതയുള്ള ചർച്ച് പോലെ തോന്നിയതുകൊണ്ട് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി ഉള്ളിലോട്ട് പോയി. അതെ, ഞങ്ങളുടെ ഊഹം തെറ്റിയില്ല. ഷിലോങ്ങിലെ പ്രശസ്തമായ ഓൾ സെയിന്റ്സ് കത്തീഡ്രൽ പള്ളി ഷിലോങ്ങിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിൽ ഒന്നാണിത്. ബ്രിട്ടീഷ് കൊളോണിയൽ ശൈലിയിലാണ് ഇത് പണിതിരിക്കുന്നത്.
തടി കൊണ്ടുള്ള മനോഹരമായ മേൽക്കൂരകളും പഴയകാല ഇംഗ്ലീഷ് പള്ളികളെ ഓർമ്മിപ്പിക്കുന്ന ഗ്ലാസ് പെയിന്റിങ്ങുകളും ഈ പള്ളിയുടെ പ്രത്യേകതയാണ്. ഇവിടെ ദീപാലങ്കാരങ്ങളാൽ തിളങ്ങി നിൽക്കുകയാണ് പള്ളിമുറ്റം. നിറപ്പകിട്ടാർന്ന അലങ്കാരങ്ങൾക്കിടയിൽ വെളുത്ത നിറത്തിലുള്ള ഈ കട്ടൗട്ടുകൾ രാത്രിയുടെ കറുപ്പിനെ അതിമനോഹരമായി കീറിമുറിക്കുന്നവയാണ്. പ്രകാശ കവാടങ്ങളും തെരുവാകെ നിറയുന്ന വെളിച്ചവും ഒരു വിന്റർ വണ്ടർലാൻഡ് അനുഭവം നൽകുന്നു. ഇവിടെ റോഡിൽ ആർച്ച് രൂപത്തിൽ പൂക്കൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയാണ്. വിവിധ ഡിസൈനിലുള്ള ലൈറ്റുകൾ തൂക്കിയിട്ടിരിക്കുന്നതും കാണാം. എല്ലാവരും തണുപ്പിനെ വകവയ്ക്കാതെ സന്തോഷത്തിൽ എല്ലാം മറന്ന് പാട്ടും ഡാൻസുമാണ്. വിവിധ തരത്തിലുള്ള ഡെക്കറേഷൻസ് കൊണ്ട് ഷിലോങ് സിറ്റി നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച. എല്ലാവരും കിടിലൻ മ്യൂസിക്കിനൊപ്പം ഡാൻസ് ചെയ്യുകയാണ്. യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഈ മ്യൂസിക് ഒന്നും വീഡിയോയുടെ കൂടെ ഇടുന്നില്ല. ദാ അവിടെയായി സ്വർണ്ണ വർണ്ണത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് കോർത്തിണക്കിയ ആ മരം ഒരു സ്വർണ്ണ ഗോപുരം പോലെ ഞങ്ങളുടെ കൺമുന്നിൽ തിളങ്ങുകയാണ്. അതിന്റെ ഏറ്റവും മുകളിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തിന് കൂട്ടിരിക്കുന്നു. ആ വെളിച്ചത്തിന് താഴെ പുതുവത്സരത്തിന്റെ ആവേശത്തിൽ ഒത്തുചേർന്ന ജനക്കൂട്ടത്തെയും നമുക്ക് കാണാം. മഞ്ഞും തണുപ്പും നിറഞ്ഞ ഷിലോങ്ങിലെ രാത്രിയിൽ ഈ പ്രകാശവിസ്മയം കാണുന്ന എല്ലാവരിലും ഊഷ്മളതയും സന്തോഷവും നിറയ്ക്കുന്നവയാണ്. ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ മൊത്തം ആംബിയൻസും ചേഞ്ചായി. അവിടെ ഒരു റാമ്പ് വാക്ക് വിത്ത് മ്യൂസിക് ഷോ ആയിരുന്നു പിന്നീട് കണ്ടത്. അവിടെ റെഡ് കാർപ്പറ്റ് വിരിച്ച് അതിലൂടെ ലേഡീസും ജെന്റ്സും റാമ്പ് വാക്ക് ചെയ്യുന്നു. മറുഭാഗത്ത് റാപ്പ് മ്യൂസിക്കും കാണാം. അതിനൊപ്പം ചുവടുവെച്ച് എല്ലാവരും. ആയിരം കുഞ്ഞു ദീപങ്ങൾ കോർത്തുവെച്ച് ആ വലിയ ക്രിസ്മസ് മരം രാത്രിയുടെ കറുത്ത ക്യാൻവാസിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് വരച്ച ഒരു ചിത്രം പോലെ തോന്നിപ്പിച്ചു. അതിന്റെ ചുവട്ടിൽ ഷിലോങ് എന്ന അക്ഷരങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. അതിന്റെ അരികിലായി ജ്വലിച്ചു നിൽക്കുന്ന ആ ചുവന്ന ഹൃദയം ഈ മലയോര നഗരം അതിഥികൾക്കായി കാത്തുവെച്ച സ്നേഹത്തിന്റെ അടയാളമാണ്. അങ്ങനെ ആ പുതുവർഷത്തിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ്! എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ചുറ്റും പടക്കങ്ങളുടെ ശബ്ദം. എല്ലാവരും സന്തോഷത്തോടെ ന്യൂ ഇയറിനെ വരവേൽക്കുകയാണ്. അങ്ങനെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വ്യത്യസ്തമായ സിമ്പിളായ മത്സരം ഇവിടെ കാണാനിടയായി. ഒരു ടേബിളിനടിയിൽ ഇരുന്നു കൊണ്ട് മുന്തിരി കഴിക്കണം. അതാണ് ഈ ഗെയിമിന്റെ ഒരു ചലഞ്ച്. ചുറ്റും നിൽക്കുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം. ഈ ന്യൂ ഇയർ ദിനം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ് ഫ്രണ്ട്സ്. മധുരമായ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച്
പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞൊരു മറ്റൊരു പുതുവർഷത്തിലേക്ക് ഓരോ ആഗ്രഹവും സ്വപ്നങ്ങളുമായി നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ